ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈൽ മത്സ്യത്തിന്റെ വിചിത്ര കഥയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്ക് അത് കേൾക്കാം. ഈൽ മത്സ്യത്തിന്റെ വിചിത്ര കഥ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പൽ അപകടങ്ങൾക്ക് കുപ്രസിദ്ധമായ സ്ഥലമാണ് ബർമൂഡ. ബർമൂഡയ്ക്ക് സമീപമാണ് സർഗാസോ കടൽ. സർഗാസം എന്നൊരിനം കടൽ പായൽ നിറഞ്ഞ സ്വച്ഛന്തമായ കടലാണിത്. ഇവിടെയാണ് ഈൽ മത്സ്യത്തിന്റെ ജീവിതകഥ തുടങ്ങുന്നതും ഒടുങ്ങുന്നതും. സർഗാസോ കടലിൽ ഏകദേശം 1500 അടി താഴ്ചയിലാണ് പെൺമത്സ്യം മുട്ടയിടാനായി കൂടൊരുക്കുന്നത്. ഈ ഭാഗത്ത് കടൽ വെള്ളത്തിന്റെ ചൂട് 20°C ആണ്. പെൺമത്സ്യം മുട്ടയിട്ടാലുടൻ ആൺമത്സ്യം അവയ്ക്കുമേൽ ബീജം വർഷിക്കുന്നു. മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾക്ക് മാതാപിതാക്കളോട് യാതൊരു സാമ്യവും കാണില്ല. കഷ്ടിച്ച് 1/2 ഇഞ്ച് മാത്രം വലിപ്പം. ശരത്കാലമാകുന്നതോടെ ഈ ലാർവകൾ കൂടൊഴിയാൻ തയ്യാറെടുക്കുന്നു. ഒരു നീണ്ട യാത്രയുടെ തുടക്കമാണിത്. 600 അടിയോളം മുകളിലേക്ക് നീന്തിയാൽ അവയ്ക്ക് അറ്റ്ലാന്റിക് ഗൾഫ് ജലപ്രവാഹത്തിലേക്ക് എത്താം. ഇളം ചൂടുള്ള ഈ പ്രവാഹത്തിലേക്കെത്തിയാൽ പിന്നീടുള്ള യാത്ര എളുപ്പമാണ്. ഒരു പതിറ്റാണ്ടിലേറെ നീളുന്ന യൂറോപ്യൻ വാസത്തിന്റെ ആരംഭം ഇവിടെയാണ്. 3 വയസ്സാകുന്നതോടെ ഈൽ കുഞ്ഞുങ്ങൾ യൂറോപ്യൻ നദികളിലേക്കെത്തുന്നു. മടിയന്മാരായ ആൺമത്സ്യങ്ങൾ നദീമുഖത്തു തന്നെ തങ്ങും. കരുത്തനായ പെൺമത്സ്യങ്ങൾ ഒഴുക്കിനെതിരെ നീന്തി ഉൾനാടൻ ജലാശയങ്ങളിലും ചതുപ്പുകളിലും ചേക്കേറുന്നു. 10 വർഷം മൂപ്പെത്തുന്നതോടെ പ്രായപൂർത്തിയായതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും. കണ്ണുകൾക്ക് വലിപ്പം കൂടുന്നു, ചുണ്ടുകളുടെ നീളം കുറയുന്നു, പിൻചിറകുകൾ വികസിക്കുന്നു. മത്സ്യത്തിന്റെ ഉള്ളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുമത്രേ. ദഹനേന്ദ്രിയ വ്യൂഹം ചെറുതാവുകയും പ്രത്യുൽപാദന അവയവങ്ങൾ വികസിക്കുകയും ചെയ്യുന്നു. ചതുപ്പുകളിലും തടാകങ്ങളിലും തമ്പടിച്ചു മത്സ്യങ്ങൾ നദീമുഖത്ത് ഒത്തുചേരുന്നതാണ്. അടുത്ത പടി കൂട്ടത്തോടെയുള്ള മടക്കയാത്രയാണ്. ജലപ്രവാഹത്തിനെതിരെ നീന്തി 3000 കിലോമീറ്ററോളം അകലെയുള്ള ജന്മഭൂമിയിൽ തിരിച്ചെത്തുകയാണ് ലക്ഷ്യം. യാത്രക്കിടയിൽ ചിറകുകൾ തളർന്ന് ഊർജം ചോർന്ന് ഒട്ടേറെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങും. കരുത്തുള്ളവ മാത്രം പ്രതിബന്ധങ്ങൾ അതിജീവിച്ച് സർഗസോ കടലിൽ മടങ്ങിയെത്തുന്നു. പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയാലുടൻ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം നിറവേറ്റുകയായി. ശേഷിച്ച ഊർജം ഇണചേരലിനായി വിനിയോഗിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് ജന്മമേകുക എന്ന ലക്ഷ്യം ഭേദിക്കുന്നതോടെ കരുത്തു മുഴുവൻ ചോർന്ന് പിറന്ന മണ്ണിൽ വീണ് അവസാന മത്സ്യവും പിടഞ്ഞു മരിക്കുന്നു. ഈൽ മത്സ്യത്തിന്റെ ഈ വിചിത്ര കഥയെക്കുറിച്ച് നിങ്ങൾക്ക് മുഴുവനായും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. നന്ദി.